മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള ഈ മക്കളെ വാഴ്ത്തണമേ, അടിനെയും ബലപ്പെടുത്തണമേ. അനേകർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനം നൽകുന്ന ശുശ്രൂഷയായി ഇന്നത്തെ വചനകേൾവിയും വിശുദ്ധ കുർബാനയും പരിലസിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമീൻ. ഇന്ന് പരിശുദ്ധ സഭ ചിന്തിക്കുന്നത് വിവാഹം ഒരുമയുടെയും പങ്കാളിത്തത്തിൻ്റെയും ആഘോഷമാണ്. വിവാഹം ഒരു സെലിബ്രേഷനാണ്. അത് യൂണിറ്റിയുടേതാണ്, അത് പാർട്ടിസിപ്പേഷൻ്റെതാണ്. പങ്കാളിത്തത്തിൻ്റെയും ഐക്യതയുടെയും ഒരുമയുടെയും ഒരു വലിയ ആഘോഷമാണ് വിവാഹം എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്നും രണ്ടും പാഠങ്ങൾ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ ലേഖനം വായിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചാൽ അറിയാം. വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് വേദപുസ്തകം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതുപോലെ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിലും എങ്ങനെയാണ് വിവരിക്കുന്നതിനെക്കുറിച്ച് അത് നമ്മൾ ശ്രദ്ധിച്ചത് മനസ്സിലായി കാണും. ഞാൻ സാധാരണ എന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. വിവാഹത്തിന് ഇവിടെ ആശംസാ സന്ദേശം പറയുന്ന സമയത്തും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. വിവാഹ ജീവിതം, കുടുംബജീവിതം, ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെങ്ങും ഒരു സ്ഥാപനത്തിന് ഡിവൈൻ എന്നുള്ള പദം ഉപയോഗിക്കുകയില്ല, പരിശുദ്ധം എന്ന് പറയുകയില്ല. ഇവിടെ ഒരു വിവാഹം എന്ന് വിളിച്ചു ചെല്ലുമ്പോൾ വെറും വിളിച്ചല്ലല്ല, പിന്നെ എന്താണത്? വിശുദ്ധ വിവാഹ വിളിച്ചെല്ലാണ്. മനസ്സിലായി? വിശുദ്ധം എന്നുള്ള പദം കുടുംബം എന്ന വലിയ സാമ്രാജ്യത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ദൈവികമായ സന്ദേശമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ കൈവേലയാൽ ഉള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സാദൃശ്യത്തിലുമുള്ള രൂപകൽപ്പനയാണ്. ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള ഏവൻഗേലിയോൻ ഭാഗം എല്ലാ വിവാഹത്തിനും വായിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗമാണ്. ഈ ഭാഗമാണ് എല്ലാ വിവാഹത്തിനും വായിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം. അത് പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ളതാണ്. യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഊതി. അതുകൊണ്ട് മനുഷ്യന് പേര് അദാം എന്നുള്ള പേരാണ്. അദാം എന്ന പദമാണ്. ഇനി മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി, ദൈവം നന്നല്ല എന്ന് കരുതിയത് ഒരു കാര്യമേ ഉള്ളൂ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നാൽ വേദവസ്ഥ പ്രകാരം ഒറ്റയ്ക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അതും വരം നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ തന്നെ കല്യാണം കഴിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ വരം അനുസരിച്ച് ജീവിക്കാമെങ്കിൽ അതൊരു കുഴപ്പമില്ല. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഈ മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ദൈവം എന്ത് ചെയ്തു? തക്ക തുണയെ നിയമിച്ച് നൽകി. അത് വാരിയിൽ നിന്നാണ് എടുത്തത്. വാരിയിൽ നിന്ന് എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു മാൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യനോട് ആധാരപ്പെട്ടിരിക്കുന്നവൻ, മനുഷ്യനോട് പങ്കാളിത്തം അനുഭവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ആ ഉറക്കത്തിലൂടെ വാരിയലിലെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അവൾക്ക് പേരാണ് അദാമ, ഹൗവ എന്ന അർത്ഥമാണ്. ഒന്ന് അദാം എന്നുള്ള പദവും മറ്റൊന്ന് അദാമ എന്നുള്ള പദവും. ആദ്യത്തെ പദം പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തെ പദം സ്ത്രീലിംഗമാണ്, സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ്. ഇപ്പം ഓർത്തഡോക്സിൽ നിന്നൊക്കെ വന്ന പല ആളുകളുണ്ടല്ലോ, അവർക്ക് സ്ത്രീ സമാജത്തിന് പറയുന്നൊരു പേരുണ്ട്. എന്തുവാ?
മർത്തമറിയം, മായയ്ക്ക് ദീർഘമില്ല, മർത്തമറിയം എന്നുള്ളതാണ്. മനസ്സിലായി? തെറ്റിപ്പോരുത്, മായയ്ക്ക് ദീർഘമില്ല. എന്നാൽ നമ്മുടെ തിരുമേനിമാരുടെ പേരിനോടെല്ലാം ചേർന്ന് ഒരു മാർ ഉപയോഗിക്കും, 2 മാർ നീളമുണ്ട്, മാർ. അത് പുരുഷന്മാരുടെ പേരിനോട് ചേർന്നാണ്. അപ്പോൾ പുല്ലിംഗം സ്ത്രീലിംഗം മനസ്സിലായല്ലോ. ഒന്ന് അദാമായും മറ്റൊന്ന് അദാമും. രണ്ടിൻ്റെയും അർത്ഥം എന്താണെന്നറിയാമോ? ഭൂമി എന്നാണ്. കല്ലും മണ്ണും കട്ടയും കൊണ്ടുണ്ടാക്കിയ ആ രൂപത്തെയാണ് ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് മേക്കർ എന്നാണ്. ഇത് ഞാൻ പട്ടം കിട്ടിയപ്പോഴേ പറയുന്നുണ്ട്, ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം നെയ്ത്തുകാരി എന്നാണ്. അതാ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ കൊച്ചച്ഛൻ പണ്ടേ പറയുന്നുണ്ട്, ഇത് ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം നെയ്ത്തുകാരി എന്നാണ്. അവൾ കുടുംബം എന്ന സാമ്രാജ്യത്തെ നെയ്തുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി 1 മാസം മുമ്പ് ഒരു വിധി വന്നു, ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ വീട്ടിലെ ജോലിക്കാരിയല്ല, ഹൗസ് മേക്കറാണ്. അവൾ കുടുംബം എന്ന സാമ്രാജ്യത്തെ നെയ്തുണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഇളമ്പപ്പള്ളി വന്നിട്ട് അന്നു മുതലേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മർമ്മം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണേ, മർമ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കെല്ലാം മർമ്മമുണ്ടോ? നമ്മുടെ മർമ്മസ്ഥാനത്ത് ഒരു അടി തന്നു കഴിഞ്ഞാൽ ചെറിയ അടിയാണെങ്കിലും നമ്മൾ വീണു പോകും, അല്ലേ? നമുക്കൊരു മർമ്മമുണ്ട്, ഒരു രഹസ്യമുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മർമ്മം എന്നുള്ള പദം 2 കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, മരണത്തിനും മർമ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും എതിരെ കൊള്ളുകയില്ല. പെട്ടെന്ന് കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് മർമ്മം, മരണത്തെക്കുറിച്ച് പറയുന്ന മർമ്മം. ഇനി ഇവിടെ ലേഖനം അജോ വായിച്ചപ്പോൾ, അജയല്ലേ ലേഖനം വായിച്ചത്? അജയല്ലേ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. എഫെസ്യ ലേഖനത്തിലുള്ള 5-ാം അധ്യായത്തിലെ വാക്യമാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തുയേശു എന്ന സ്വർഗീയ മണവാളനും തിരുസഭയും തമ്മിലുള്ള ആ അഭേദ്യമായ ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ നിഴലാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചങ്ങ് പോകണം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അതുപോലെ തന്നെ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ മർമ്മം വലിയത്. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. 2 ഭാഗത്തും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിലത്തിലെ പൊടി കൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അദാമിനെയും അദാമിലടങ്ങിയിരുന്നതായിട്ടുള്ള സ്ത്രീരൂപത്തെയും അദാമയെയും യഹോവയായ ദൈവം സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പേരിടുവാനായിട്ടുള്ള അവകാശം മനുഷ്യന് നൽകി. മനുഷ്യന് എല്ലാത്തിനും പേരിട്ടു. ആ സ്ത്രീക്ക് നാരി എന്ന് പേരിട്ടു, നരനിൽ നിന്നെടുത്തതുകൊണ്ട് നാരി എന്ന് പേരിട്ടു. അതുപോലെ തന്നെ മനുഷ്യൻ സകല ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പേരിട്ടു. ആ പേരിടിയിൽ എന്തതിൻ്റെ ഭാഗമാണെന്നറിയാമോ? അത് ആ സൃഷ്ടിയുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമാണ്. ദൈവവുമായിട്ടുള്ള സ്നേഹം, ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതായിട്ടുള്ള സകല സൃഷ്ടികളുമായിട്ടുള്ള ആ സ്നേഹബന്ധം, അതിൻ്റെ ഫലമായിട്ടാണ് പേരിടുവാനുള്ള അവകാശം ദൈവം മനുഷ്യന് നൽകിയത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് നമ്മൾ പേരിടും. ആരാണ് പേരിടുന്നത്? അയലോകത്തുനിന്ന് കൊച്ചിനെ താരാട്ടാൻ വരുന്ന ആൾ പറയുന്നത് ആ പേരാണ് നമ്മൾ ഇടുന്നത്. ഒന്നുകിൽ നമ്മുടെ വല്യപ്പച്ചൻ പേരിടും, വല്യമ്മച്ചി പേരിടും, അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന ആളുകൾ പേരിടും. പല പേരുകൾ ഇങ്ങനെ പറയും. എന്നാൽ അവസാനം നമ്മൾ ആധികാരികമായിട്ട് പറയുന്ന നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ വല്യപ്പച്ചനോ വല്യമ്മയോ പറയുന്ന പേര് ആ കുട്ടിക്ക് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അത് ആ കുട്ടിയുമായിട്ടുള്ള കുഞ്ഞുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നത് വിശുദ്ധ വിവാഹത്തിലൂടെയാണ്. എന്തൊരു വിവാഹം? വിശുദ്ധ വിവാഹത്തിലൂടെയാണ്, വെറും വിവാഹമല്ല. അവർ രണ്ടുപേരും കണ്ണുറന്ന് നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത്? ആദാം
കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവയെ കണ്ടോ? അവ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദാമിനെ കണ്ടോ? രണ്ടുപേരും കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദ്യം ആരേത് കണ്ടു? ദൈവത്തെ കണ്ടു. മനസ്സിലായോ? അപ്പം വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ആരെ കാണണം? ആദ്യം ദൈവത്തെ കാണണം. മനസ്സിലായോ? ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം, ദൈവത്തെ കണ്ടിറങ്ങണം. അതുകൊണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സംയോജനം മാത്രമല്ല, രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ സംയോജനമാണ്. അതാണ് പൗലോസ് പറയുന്നത് ഒരു മർമ്മം എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ്. രണ്ട് സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയും പുരുഷനും വിശുദ്ധ വിവാഹത്തിലൂടെ ദേവാലയത്തിൽ വെച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച്, അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളുടെ വ്യത്യസ്തത, ആ രണ്ട് വ്യത്യസ്ത മാതാപിതാക്കളുടെ ആ വ്യത്യസ്തതകളുടെ സംയോജനം, അത് ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഞാൻ ഒരിക്കലൂടെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഈ മിന്നിയരണിനകത്ത് എത്ര നൂലാണ് ഉപയോഗിക്കുന്നത്? ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചതാണ്. 7 നൂലാണ്. എന്തുവാ, എവിടുന്നാണ് 7 വന്നത്? പറയണം, എവിടുന്നാണ് 7 വന്നത്? ഭാര്യയുടെ അപ്പനും അമ്മയും. അപ്പനും അമ്മയും മരിച്ചു പോയവരാണെങ്കിൽ ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരും. ഭാര്യയുടെ അപ്പനും അമ്മയും, ഭർത്താവിൻ്റെ അപ്പനും അമ്മയും. അപ്പോൾ എത്രയായി? മണവാളനും മണവാട്ടിയും. അപ്പോൾ എത്രയായി? 2 2 4 6ആയില്ലേ? +1, അത് ദൈവം. ഇതാണ് 7ൻ്റെ സങ്കല്പം. 7 നൂലെടുത്ത് നമ്മളിതുണ്ടാക്കും. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഓർക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത്. എന്താണ് അവിശ്വാസികളെന്ന് പറഞ്ഞാൽ? ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പള്ളി വരുന്ന ഒരു കൊച്ച് അങ്ങേപ്പുറത്ത് ഒരു മുസ്ലിം പെണ്ണെ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുന്നതാണ് അവിശ്വാസികളെന്നല്ല. നമ്മുടെ പള്ളിയിൽ തന്നെ അവിശ്വാസികൾ ധാരാളമുണ്ട്. നിങ്ങൾ പള്ളിയിൽ വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ ചന്തയിൽ പോയിരിക്കുന്ന ചില പുള്ളികളുണ്ട്, അല്ലെങ്കിൽ അടുത്ത പറമ്പിലോ തട്ടുംപുറത്തോ പോയിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളിനി അങ്ങോട്ട് ചെന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ തട്ടുംപുറത്ത് പോയിരിക്കുന്ന കുട്ടികളുണ്ട്. അതെല്ലാം അവിശ്വാസികളാണ്. അവിശ്വാസികളുമായി നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇണയില്ലാപ്പിണ കൂടരുത്. കൂടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് മാർത്തോമാ സഭയിലാണെങ്കിലും പെന്തക്കോസ്ത് സഭയിലാണെങ്കിലും അവിശ്വാസികൾ ധാരാളമുണ്ട്. നമ്മുടെ സങ്കല്പം മാറണം. നമ്മുടെ സങ്കല്പം എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും അത് വേറെ കാശിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണെന്ന് വിചാരിക്കും. അതല്ല, അവർ വന്ന് എത്രയോ ഭംഗിയായി പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവിശ്വാസികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുമ്പ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ പള്ളിയിലെ ശുശ്രൂഷയിൽ വരാതെ ഇനി നല്ലൊരു ശതമാനം ആളുകൾ കുടുംബദിനത്തിൻ്റെ അന്ന് വരും. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരാളുണ്ടെന്നുള്ളത് കാണുന്നത്. അല്ലാതെ കണ്ടാൽ പോലും ഞാൻ അറിയത്തില്ല. കാരണം എന്നെ ഒന്ന് പരിചയപ്പെടുകയോ ഞാൻ കാണുകയോ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ ചെയ്തിട്ടില്ല. എത്രയോ പ്രാവശ്യം വീടുകളിൽ പോയിട്ടുണ്ട്. കാരണം ഒരു പ്രാർത്ഥന വെച്ചാൽ അവരങ്ങ് വേറെ കമ്പളത്തിൽ പോകും. അവിടെ കച്ചവടമൊന്നുമില്ല, എങ്കിലും ഇത് കഴിയുന്നിടം വരെ അവിടെ അവർ നിൽക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവിശ്വാസികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത്. ആ ബന്ധങ്ങൾ പരാജയപ്പെടും. വിശുദ്ധ വിവാഹം സ്നേഹത്തിൽ നിലനിൽക്കേണ്ട ജീവിതമാണ്. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹമാണ്, അഗാപ്പെ സ്നേഹമാണ്, ഗോഡ്സ് ലവ് ടു ദി വേൾഡ്. വിശുദ്ധ വിവാഹം സ്നേഹത്തിൽ നിലനിൽക്കേണ്ട ജീവിതമാണ്. അതുമാത്രമല്ല, മൂന്നാമത്, വിവാഹം ഒരുമയുടെ പുതുഗീതമാണ്. വിവാഹം ഒരുമയുടെ പുതുഗീതമാണ്. ഒരുമിച്ചൊഴുകുന്ന രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഒരുമിച്ചൊഴുകുന്ന ഒരുമയുടെ പുതുഗീതമാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്പർ 4, വിവാഹം ധന്യതയുടെ പുതുഗീതമാണ്. വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ധന്യമായ മുഹൂർത്തമായി ഒരുമിച്ചൊഴുകുവാൻ സാധിക്കണം. അതാണ് വിവാഹം. ധന്യതയുടെ പുതുഗീതമാണ് വിവാഹം. നമ്പർ 5, വിവാഹം സമർപ്പണത്തിൻ്റെ പുതുഗീതമാണ്. ഒരു നാഴി വേറെ നാഴി പോകത്തില്ല. പോവും? പോയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എന്തേ മാറിപ്പോയേനെ. പ്രശ്നങ്ങൾ തീരാതെ കിടക്കുക, പഞ്ചായത്തിയുടെ ജയില പോലെ കിടക്കുക. എന്താ കാര്യം? ഒരു നാഴി വേറെ നാഴി പോകത്തില്ല. അതുകൊണ്ട് വ്യത്യസ്തതകൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ സമർപ്പണം ഉണ്ടായിരിക്കണം. ആ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ്
അതാണ് വിവാഹം സമർപ്പണത്തിൻ്റെ പുതുഗീതമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എത്ര പറഞ്ഞു? നമ്പരെങ്കിലും ഓർത്തല്ലോ. 5. 6. വിവാഹം വിശ്വസ്തതയുടെ പുതുഗീതമാണ്. വിവാഹം ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ വിശ്വസ്തതയുടെ പുതുഗീതമാണ്. നാം ക്രിസ്തുവിന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടിയാണ്. നമ്മൾ വെറും മണവാട്ടിയല്ല, ആണോ? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടിയാണ്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പം ഒരു കാണാൻ കൊള്ളാവുന്ന പെണ്ണ അല്ലെങ്കിൽ ഒരു ചെറുക്കനാണ്. അപ്പം നമ്മൾ ഇന്നിപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ ആൾ കുറവാണ്. കാരണം ഇന്ന് ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട്. നമ്മളന്ന് നോക്കുമ്പോൾ കാണാം, തലേന്ന് നോക്കിയപ്പം ഒരു പൊട്ടേ ഉള്ളൂ, പിറ്റേന്ന് നോക്കിയപ്പം രണ്ടാമതൊരു പൊട്ട് കൂടിയുണ്ട്. അർത്ഥം എന്താണ്? എൻ്റെ വീട്ടിൽ ഇനി കാപ്പി കുടിക്കാൻ ആരും വരരുത്, ഞാൻ റിസർവ് ചെയ്തിരിക്കുകയാണ്, ബുക്ക്ഡാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ കുട്ടികളോ നമ്മളോ ഒരിക്കലും അങ്ങനെ പൊട്ടിട്ട് നിൽക്കുകയില്ല. നീ കറുത്ത പൊട്ടിട്ടാൽ നീ ഇന്ന ദേവൻ്റെ പ്രതീകമാണ്, നീ ചുമന്ന പൊട്ടിട്ടാൽ നീ ഭദ്രകാളിയുടെ വകയാണ്. കിടക്കുന്നു. നീ കുരിശ് വരച്ചാൽ നീ യേശു ക്രിസ്തുവിൻ്റെ വകയാണ്. നിൻ്റെ നെറ്റിയിൽ കാണപ്പെടാത്തതായിട്ടുള്ള ഒരടയാളം വിശുദ്ധ മാമോദീസ സമയത്ത് നിനക്ക് നൽകിയിട്ടുണ്ട്. ആ കുരിശ് നമുക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഓരോ ആരാധനയിലും ആ കുരിശിൻ്റെ അടയാളം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ ഇനി വേറെ അടയാളമൊന്നും വരരുത്. ഇപ്പം എത്ര എണ്ണം പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. വിവാഹം വിശ്വസ്തതയുടെ പുതുഗീതമാണ്. കർത്താവിന് വേണ്ടി നാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. പള്ളിയിൽ ഈ കല്യാണത്തിന് വരുമ്പോൾ മണവാളനാണോ മണവാട്ടിയാണോ ആദ്യം വെക്കാറേണ്ടത്? ചിലയിടത്ത് ഒരുമിച്ച് കയറുന്നുണ്ട്, കയറിക്കോ. ചിലയിടത്ത് പുരുഷൻ കയറുന്നുണ്ട്, കയറിക്കോ. എന്നാൽ വേദവസ്ഥ പ്രകാരം മണവാട്ടിയാണ് ആദ്യം കയറുന്നത്. കാരണം എന്താണെന്നറിയാമോ? മണവാട്ടി സ്വർഗീയ മണവാളനായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്. പണ്ട് ഞാൻ ഒരു പാട്ട് പാടില്ലയോ? നാഥ നിൻ കാലൊച്ച കേട്ടു ഞാൻ കാതോർത്തു ഞാൻ ഇരുന്നു. അപ്പോഴങ്ങനെ കസേരയിൽ ആ മണവാളന് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ അതാ മണവാളനും പരിവാരങ്ങളും മന്മന്നം കയറി വരുന്നു. യെരൂശലേം പള്ളിയിൽ ആരാധനിക്കുന്ന ദൈവജനമേ, നമ്മളിവിടെ മണവാളന് വേണ്ടി കാത്തിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എന്നാൽ സ്വർഗീയ മണവാളനായ യേശു നമുക്ക് വേണ്ടി വരികയാണ്. കാരണം ആ മണവാളന് വേണ്ടി നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് ഓർക്കണം. ഇന്ന് സങ്കല്പവും യാഥാർത്ഥ്യവും തെറ്റിപ്പോകുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കള്ളം പറഞ്ഞുള്ള കല്യാണം. 10ാം ക്ലാസ് തോറ്റവനാ MSc BEd എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അവസാനം മലയാളം വായിക്കാനും അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല. കെട്ടുകയും ചെയ്തു, പൊട്ടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. ഷീറ്റിൻ്റെ കണക്കും പ്രമാണത്തിൻ്റെ വലിപ്പവും നെല്ലറയുടെ വലിപ്പവും നോക്കി ഒരു കാലത്ത് വിവാഹം നടത്തുമായിരുന്നു. എന്നാൽ ഹൃദയങ്ങളുടെ അടുപ്പമാണ് വിവാഹം എന്ന് പറയുന്നത്. ഡൈവേഴ്സ്, എത്രയോ സിനിമാ നടന്മാർ, സിക്കി സ്മിത മുതൽ മയൂരി, മഞ്ജൂർ വാര്യർ വരെ എത്രയോ പേര് വിവാഹമോചനം നേടി. വിവാഹം വേദന നിറഞ്ഞ ഒരോർമ്മയായും ജീവിതം കാണാസ്വപ്നമായും തീർന്ന കഥകൾ എത്രയോ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിവാഹം വേദന നിറഞ്ഞ ഓർമ്മയായും ജീവിതം കാണാസ്വപ്നമായും തീർന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശ്രീവിദ്യ, എൻ്റെ ജീവിതം യഥാർത്ഥമായ സിനിമയായിട്ടില്ല. എൻ്റെ ജീവിതം സിനിമയായാൽ എത്രയോ കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും സീനറികളിലേക്ക് അത് പ്രവേശിക്കും എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുകയാണ്. ഇത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്, ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ ശുശ്രൂഷയാണ്, വിശ്വസ്തതയുടെ ശുശ്രൂഷയാണ്. ഞാൻ പഠിച്ചപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സാഹിത്യകാരൻ, എനിക്ക് തോന്നുന്നത് PV ശല്യാണെന്നാണ് എൻ്റെ ഓർമ്മ, അതിനകത്ത് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. പ്യുവർ ലവ്, PURE, പ്യുവർ ലവ് കുഡ് ബി ഫൗണ്ട് only in a turtle's nest. ആമസോൺ കാടുകളിൽ വളരുന്ന ഒരു കൂട്ടം പക്ഷികളാണ് ടർട്ടിൽസ് കാടുകളിൽ വളരുന്ന ആ പക്ഷികൾ. ചെറിയ കിളികളാണ്. അതൊരു ഇണപ്പക്ഷി ചത്തുപോയാൽ മറ്റേ ഇണപ്പക്ഷി പിന്നെ വേറെ ആരുമായിട്ടും ഇണചേരുകയില്ല, വേറെ കിളികളുമായിട്ട് ഇണചേരുകയില്ല. പ്യുവർ ലവ് കുഡ് ബി ഫൗണ്ട് only in a turtle's nest. വാട്ട് ഈസ് ലവ്? ലവ് ഈസ് എബ്ഡ് അവേ ലൈക്ക് ദി വാട്ടർ ഇൻ ദ റിവർ സോൾവേ. സോൾവേ നദിയിലെ ജലം പൊങ്ങുന്നത് പോലെയാണ് ഈ സ്നേഹം ഉയർന്നും താണും ഇരിക്കുന്നത് എന്നുള്ളത് അവിടെ പറയുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കൊല്ലം ജില്ലയിൽ
35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ 4 വയസ്സുള്ള കൊച്ചിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഓടിപ്പോയി. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആ പെണ്ണ് നിൽക്കുന്ന പടം. ഇങ്ങനെ 30 എണ്ണമെങ്കിലും ഈ നമ്മുടെ സമൂഹത്തിൽ ഈ വർഷം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു ഉദാഹരണം, തിരുവനന്തപുരത്ത് ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥ, 1,00,000 രൂപ ശമ്പളമുള്ള ഒരു പെങ്കുച്ച്, പേരൊന്നും പറയുന്നില്ല, ലൈവുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചു. ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ ആ പെങ്കൊച്ചിൻ്റെ ജഡം കിടക്കുകയാണ്, ചിന്നിച്ചീറി കിടക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവളുമായിട്ട് സ്നേഹമുള്ള ആളുകളെല്ലാം അന്വേഷിച്ചപ്പോൾ അവളുണ്ടാക്കിയ എല്ലാ പൈസയും ആ പയ്യൻ, കാമുകനായ ആ പയ്യൻ കൊണ്ടുപോയി. അതിൻ്റെ താഴെ അടിക്കുറിപ്പാണ്: ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ വിട്ട് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവരുടെ എല്ലാം ഗതി ഇങ്ങനെയായിരിക്കുമെന്നാണ് ഫേസ്ബുക്കിൽ വന്ന ഒരു അടിക്കുറിപ്പ്. കൊല്ലത്ത് ജില്ലയിൽ തന്നെ വേറൊരു കഥ ഉണ്ട്. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഇന്നാർ കല്യാണം കഴിക്കുന്നില്ല, വയസ്സ് 40ആയി, അച്ഛൻ ഒന്ന് സംസാരിക്കണം. ഇപ്പോൾ സംസാരിച്ചപ്പം കുഴപ്പമില്ല, കൊള്ളാവുന്ന ആളാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ സംസാരിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഒരു സമയത്ത് പറ്റിപ്പോയ ഒരു വലിയ വേദനാജനകമായ അനുഭവമാണ് വിവാഹത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചത്. കൂടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ആ ബോഡി കാണാനായിട്ട് പോയി മറ്റ് അധ്യാപകരോടൊപ്പം. 2 കൈക്കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ്റെ രൂപമാണ് മനസ്സിൽ പതിഞ്ഞത്. അപ്പോൾ ആ അധ്യാപകനോടൊരു സഹതാനുഭൂതിയും സ്നേഹമൊക്കെ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താണ് പറയാഞ്ഞത്? അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇന്നും എൻ്റെ മനസ്സിൽ നൊമ്പരമായിട്ടിരിക്കുകയാണ്. ആ കുട്ടി ഇന്ന് ഏതാണ്ട് ഒരു 50 വയസ്സെങ്കിലും കാണും. ഇന്ന് അവിവാഹിതയായി കഴിയുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചല്ലോ, താല്പര്യമില്ലാത്തൊരു വിവാഹം മാതാപിതാക്കൾ നടത്തി. ആ പെങ്കൊച്ച് അതിൻ്റെ കാമുകനോട് പറഞ്ഞു, ഞങ്ങൾ ഹണിമൂൺ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, അതുകൊണ്ട് നീ അവിടെ വന്നേക്കണം. അവൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ഹണിമൂൺ സമയത്ത് ഒരു വലിയ കൊക്കയിൽ ഫോട്ടോ എടുക്കാൻ ഇവനെ കൊണ്ടുപോയി. അവനെ അവിടെ കൊന്നു. അത് നമ്മൾ പത്രത്തിൽ വായിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3-4 കഥകൾ, ഒരുപാട് കഥകൾ നമ്മുടെ സമൂഹത്തിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ ലവ് കുഡ് ബി ഫൗണ്ട് ഓൺലി ഇൻ എ ടച്ച്നെസ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് വിശ്വസ്തതയുടെ പര്യായമാണ്, അത് സ്നേഹത്തിൻ്റെ പര്യായമാണ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ലവ് മാരേജ് വളരെ നല്ലതാണ്. മിശ്രവിവാഹം അതിനേക്കാളും നല്ലതാണ്. അറേഞ്ച് മാരേജ് അതിനേക്കാളും നല്ലതാണ്. എന്നാൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല. മലപ്പുറത്തൊരു ചെറുക്കൻ പറഞ്ഞതാണ്, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ പ്രാർത്ഥനയോടുകൂടി തീരുമാനമെടുക്കേണ്ടതാണ്. അവിവാഹിതരായ ചെറുപ്പക്കാരികളെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹം വേദന നിറഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടല്ല, പിന്നെയോ ദൈവസ്നേഹത്തിൻ്റെ ദർശനം ഉൾക്കൊള്ളുന്ന മാതൃക കുടുംബങ്ങളായി ലോകത്ത് പരിലസിക്കണം. അതുകൊണ്ടാണ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഏറിയ പ്രാർത്ഥനയുടെ തീരുമാനത്തോടും കൂടി നമ്മൾ പ്രവേശിപ്പാൻ കഴിയണം. ഫാമിലി ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ദൈവത്താൽ കൂട്ടിച്ചേർത്തതാണ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. വിവാഹം വിശ്വസ്തയുടെ പര്യായമാണ്, അത് സ്നേഹത്തിൻ്റെ പുതുഗീതമാണ്, അത് ഒരുമയുടെ പുതുഗീതമാണ്, അത് സന്തോഷത്തിൻ്റെ പുതുഗീതമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ നമുക്കൊരുങ്ങയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കും ഒരാൾക്ക് കേട്ടോ വേണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം.